അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. അൽഹംദുലില്ലാഹ്. പ്രിയരെ, നമുക്കറിയാം നിലകൊള്ളുന്നത് വെള്ളിയാഴ്ച രാവിലാണല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു രാവാണ് വെള്ളിയാഴ്ച രാവ് എന്നുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് നമ്മൾ വർദ്ധിപ്പിക്കേണ്ട, ഇക്തിസാർ ചെയ്യേണ്ട രാവുകളിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ടൊരു രാവാണ് ലൈലത്തുൽ ജുമുഅ, വെള്ളിയാഴ്ച രാവ്. അതുപോലെ തന്നെ യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച പകല് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ പുണ്യരാവിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കർമ്മത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, നമുക്കൊക്കെ ഒരുപാട് സ്വലാത്തുകൾ പരിചയമുണ്ടല്ലേ. ഒരുപാട് സ്വലാത്തുകൾ നമ്മുടെ ഈ ചാനലിൽ തന്നെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. സ്വലാത്തുൽ ഫാത്തിഹ്, സ്വലാത്തുൽ താജ്, സ്വലാത്തുൽ തിബ്, സ്വലാത്തുൽ നാരിയ, സ്വലാത്തുൽ ഹുളൂർ, സ്വലാത്തുൽ താജ്, സ്വലാത്തുൽ ഷാഫിഈ, ഇങ്ങനെ വ്യത്യസ്ത പേരുകളിലുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട്. പറഞ്ഞു വരുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, ഈ പുണ്യ രാവിലെ അതുപോലെ ഈ ഒരു പുണ്യ പകലിൽ, വെള്ളിയാഴ്ച പകലിലും രാവിലൊക്കെ എന്ത് ചെയ്യുക, നമുക്കറിയാവുന്ന സ്വലാത്തുകളൊക്കെ നമ്മൾ ഒരു തവണയെങ്കിലും മനസ്സറിഞ്ഞ് ചൊല്ലിയിട്ട് നമ്മൾ മനസ്സറിഞ്ഞ് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞ് ദുഃഖങ്ങൾ പറഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്യുക. അതിന് നമ്മൾ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ സമയം കണ്ടെത്തുക. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ പ്രധാനമായിട്ടും സ്വലാത്ത് വർദ്ധിപ്പിക്കേണ്ട ഒരു രാവാണ്, പകലാണ്. വെള്ളിയാഴ്ച രാവും പകലും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള അമലുകളും അഥവാ ഇങ്ങനെയുള്ള സ്വലാത്തുകളൊക്കെ നമ്മൾ ചൊല്ലിയിട്ട് പ്രധാനമായിട്ട് നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ചെയ്യുന്നതിലുപരി സ്വലാത്തിന് നമ്മൾ പ്രധാനമായിട്ടുള്ള ഒരു ഫളിൽ, ഒരു ശ്രേഷ്ഠത നമ്മൾ കൽപ്പിച്ചുകൊണ്ട് സാധാരണ ദിവസത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിനേക്കാൾ അധികരിപ്പിച്ച് സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും നമ്മൾ സ്വലാത്ത് ചൊല്ലുക. എന്നിട്ട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞ് ദുഃഖങ്ങൾ പറഞ്ഞ് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുക. അപ്പോൾ നമുക്ക് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരും, നമ്മുടെ ദുഃഖങ്ങളൊക്കെ അകറ്റിത്തരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നമ്മൾ അടുപ്പിക്കും ഇൻഷാ അല്ലാഹ്. മനസ്സറിഞ്ഞിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഓർത്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക. ആ ഒരു മദീന ഓർത്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു അതിനൊക്കെയുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മനസ്സിലായല്ലോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ വെള്ളിയാഴ്ച രാവിലും പകലിലും നമുക്കറിയാവുന്ന സ്വലാത്തുകളൊക്കെ ഒരു തവണയെങ്കിലും ചൊല്ലിയിട്ട് നമ്മൾ അതിനുശേഷം മനസ്സറിഞ്ഞ് ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വിലയേറിയ ദുആകളിൽ ഈ പാപിയെയും ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പുണ്യരാവിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മളുമായി ബന്ധപ്പെട്ട, നമ്മിൽ നിന്ന് വിട പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, നമ്മുടെ മക്കളുണ്ട്, ഭാര്യമാരുണ്ട്, സന്താനം, ഇങ്ങനെ പല രീതിയിൽ നമ്മളുമായി റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളുണ്ട്. എല്ലാം അറിയുന്ന അല്ലാമുൽ ഗുയൂബായ അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്തിൻ്റെ ബറക്കത്ത് അള്ളാഹു അവരുടെ ഖബറുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും മുസ്ലിമാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.